തൊഴിലുറപ്പിന് കൊണ്ടുപോയി. ഇന്നലെ മാരാരിത്തോട്ടം നിന്ന് പിരിവിന് വന്നപ്പോ ഇവിടെ അടിപ്പാവട കൊടുത്തോണ്ടാ വീട്ടിൽ ഞാൻ നാട്ടുകാർ കേൾക്കണം. നാണക്കെടുത്താ ഇവള്. അയ്യോ കൂടുതലൊന്നും പറയണ്ട. ഞങ്ങൾ അയൽക്കൂട്ടം പോകുന്ന പെണ്ണുങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ വേണ്ടാതീനോ പറഞ്ഞോണ്ട് നടക്കുന്നത്. ഞാൻ എന്തോ വേണ്ടാതിനും പറഞ്ഞു. എന്റെ ദൈവമേ, ഞങ്ങള് ചേച്ചി നമ്മളൊക്കെ അയൽക്കൂട്ടം പോകുന്ന ആൾക്കാരല്ലേ. നമ്മളെ കുറിച്ച് വേണ്ടാതിന്റെ മൊത്തം സോഷ്യൽ മീഡിയ നീ തൊഴിലുറപ്പിനെ അയൽക്കൂട്ടത്തെ കുറിച്ചൊന്നും പറയണ്ട. ഇവിടെ തൊഴിലുറപ്പിന് പോയിട്ട് തിരിച്ചു വരുമ്പം ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് 2 ഷെയറിട്ട് അടിച്ച് വീട്ടിൽ ഇരിക്കുമ്പോ ഇവക്ക് എന്നെ കാണുമ്പോ കുഞ്ഞാൻ സത്യം പറ ചേച്ചി, ഇങ്ങനെ ഭർത്താക്കന്മാരെ ദ്രോഹിക്കുന്ന സ്ത്രീകളെ തല്ലണോ കൊല്ലണോ? ചേച്ചി ചിരിക്കുന്നു. ഭർത്താക്കന്മാരെ ദ്രോഹിക്കുന്ന സ്ത്രീകളെ തല്ലണോ കൊല്ലണോ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ തിരുനടയെ വെച്ച് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന എന്റെ പെണ്ണിനെ ഞാൻ കൊല്ലണോ? ഇതേ കണ്ട് മനസ്സ് വെച്ചാ മതി കേട്ടോ. കേട്ടോ സോമൻ ചേട്ടാ, എന്തോന്നു ഏകദേശം എന്റെ പേരിനോട് അടുപ്പമുള്ള പേരൊക്കെയാ മാലിനി. മാലിനി. ഈ പുള്ളിക്കാരത്തെ അവിടെ അയൽക്കൂട്ടത്തിന് വന്നിട്ടെ മരുമകളെ കുറിച്ച് എന്തൊക്കെ വേണ്ടാതീനോ പറയുന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അയൽക്കൂട്ടം പോകുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ഇങ്ങനെ വേണ്ടാതീനം പാടി സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിക്കോട്ടെ. പൊന്നു നാട്ടുകാരെ, ഇവിടെ ചുരിദാർ എടുത്തോണ്ട് വീട്ടിൽ നിന്ന് ഞാൻ പാട്ട് പാടി. ഏതൊരു കുരുത്തക്കെട്ടവൻ അകലെ നിന്ന് മൊബൈലിലെടുത്ത് പിടിച്ച് വൈറലാക്കി. ആ പാട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ നാട്ടുകാരെ പറയണം. കേട്ടിട്ട് പറയാം. അയൽക്കൂട്ടം നടക്കുന്ന കാണുന്ന ജാഥയ്ക്കെല്ലാം സാരി മുടത്ത് ഇങ്ങനാണോ നമ്മൾ അയൽക്കൂട്ടം കൂടുന്നത്? നമ്മൾ അയൽക്കൂട്ടം കൂടുന്നത് ഇങ്ങനെയാണോ ചേച്ചി? അയ്യോ എന്റെ ദൈവമേ, എത്ര എത്ര നല്ല കല്യാണാലോചന വന്നു എനിക്ക്. അയ്യോ ഇനി എന്തോ ഞാൻ പറയാം. നമ്മളൊരു കല്യാണ ജീവിതത്തിലോട്ട് കേൾക്കുമ്പോ നമ്മുടെ ഹസ്ബൻഡായിട്ട് വരുന്നതിനെ കുറിച്ച് സത്യമായിട്ട് നമുക്ക് കുറച്ച് സങ്കല്പമൊക്കെ ഇല്ലേ? ഭർത്താവായിട്ട് വരുന്നതിനെ കുറിച്ച് എന്താ ഇനി പറഞ്ഞിട്ട് എന്തോ കാര്യം കിട്ടിപ്പോയില്ലേ? ഇതുപോലെ പറയട്ടെ. എന്നാലേ എന്റെ സങ്കല്പത്തിലെ ഹസ്ബൻഡായിട്ട് വരുന്ന ആളുടെ കവിളൊക്കെ ഇതുപോലെ തുടുത്തിരിക്കണം, തക്കാളി പോലെ. ചുമ്മാ ചേട്ടാ, തക്കാളി പോലെ തുടുത്തിരിക്കുന്ന കവിള. കുശുമ്പ് അങ്ങനെ പലതും പറയും. തക്കാളി പോലത്തെ കവിള്, മൂക്കാണെങ്കിൽ ഇങ്ങനെ മുരിങ്ങക്കോല് പോലെ നീണ്ട മുടിയാണെങ്കിൽ പടവലം പോലെ ഇങ്ങനെ തലച്ചു. ഭയങ്കര സങ്കല്പം. തക്കാളി പോലത്തെ കവിള്, പടവലം പോലത്തെ മുടി, മുരിങ്ങക്ക പോലത്തെ മൂക്ക്. നാട്ടുകാർ കേൾക്കണം. ഇവക്ക് ഭർത്താവല്ലേ വേണ്ടത്? 50 രൂപയുടെ സാമ്പാർ അവിടെ നിന്നാട്ടെ. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരാളെയാണോ നിങ്ങൾക്ക് ഭാര്യയായിട്ട് കിട്ടിയത്? എന്തോ നിന്റെ സങ്കല്പം? എനിക്കുണ്ടായിരുന്ന സങ്കല്പം. എന്റെ സങ്കല്പം എന്ന് പറഞ്ഞ നാട്ടുകാർ കേൾക്കണം. നയൻതാരെ പോലുള്ള കണ്ണ്, ശീലയുടെ ആകാരവടി, കൂന്തൽ കാർകൂന്തൽ. ആണുങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ആണുങ്ങളല്ല ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയി നമ്മളകത്ത. അയ്യോ പിന്നെ ഇങ്ങനെ പറഞ്ഞു നടന്നാൽ മതി. സോമചേട്ടൻ, നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ വീട് അന്വേഷിച്ചിട്ടുണ്ടോ മനുഷ്യ? ഞാൻ വീട് നോക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. നമ്മള് രണ്ടുപേരും കൂടി ഇന്നലെ രാത്രി 12:30 മുതൽ ഷെയർ ഇട്ട് അടിച്ചിട്ട് വെളുപ്പിന് 5 മണി വരെ എന്റെ വീട് ഏതോ അങ്ങനെ അന്വേഷിച്ചു നടന്നു. എന്റെ വീട് അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ പാട്ട് പാടി നടന്ന എന്താ കുഴപ്പം? ഞാൻ പാട്ട് പാടുന്ന വിശ്വാസമുള്ളത് കൈയടിച്ച് തോട്ടം എന്റെ കൂടെ ഞാൻ പാട്ട് പാടും. ആ പാട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. ആ മ്യൂസിക് കൊണ്ടിട്ടെ. ആഹാ
അയ്യോ എന്റെ അമ്മേ സെറ്റായോ? എന്റെ സോമൻ ചേട്ടാ, ഇങ്ങനെ വെള്ളം ഒഴിച്ച് പാട്ടും പാടി നടന്നാ മതിയോ? എന്റെ സോമൻ ചേട്ടാ, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? അതും അറിയത്തില്ലേ? എന്താ ഇന്നത്തെ ദിവസത്തിന്റെ ദൈവമേ, ഇത് നമ്മളെ വെട്ടിപ്പൊളിച്ച ദിവസമല്ലേ? ഏതാണ്ട് രണ്ടുമൊക്കെ ഒരുപോലെ സത്യം പറയാലോ, നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യമാർക്ക് വെഡിങ് ആനിവേഴ്സറി അറ്റ്ലീസ്റ്റ് ഒരു പൊട്ടെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കത്തില്ലയോ? ഇല്ലേ? അല്ല ചേട്ടാ, നിനക്ക് ഞാൻ എന്ത് മേടിച്ചു തരണം? നിനക്ക് ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ എന്ത് മേടിച്ചു തരണം? വാങ്ങിച്ചു തരുമോ? സത്യമായിട്ട് വാങ്ങിച്ചു തരുമോ? മേടിച്ചു തരാം. എന്നാ ഞാൻ പറയട്ടെ. പറ. എന്നാലേ എനിക്ക് മൂക്കിലിടാനൊരു ഷർട്ട്, മൂക്കിലിടാനൊരു ഷർട്ട്. പല പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മൂക്കി ഷർട്ട് ഇടുന്ന പടി ഞാൻ എനിക്ക് മൂക്കുത്തി വേണമെന്നല്ലേ? മൂക്കുത്തിയോ? അപ്പോൾ ഇന്ന് നോക്കുന്നുണ്ടല്ലോ. അത് വേറെ കാര്യം. ചുമ്മാതാട്ടോ, ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ. ഇങ്ങനെ ഭയങ്കര സംശയം. സത്യം, ഈ കാണിക്കുന്ന സ്നേഹം വെറുതെയാണ്. ഇത് സംശയം. സോമൻചേട്ടന് ഒരു കാര്യം മനസ്സിലാക്കണം. പ്രായം 40-42 വയസ്സായെങ്കിലും ഇപ്പോഴും ഞാനൊന്ന് ഒരുങ്ങി ഇറങ്ങിയാലുണ്ടല്ലോ, ആ ചേട്ടന്റെ ഒരു നോട്ടം. ആ ചേട്ടൻ
പുള്ളി കല്യാണം പണ്ടേ തൊട്ട്